നമസ്കാരം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാം ചുരുക്കത്തിൽ. 241 പേർ കൊല്ലപ്പെട്ട അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തിറക്കി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. വിമാനം പക്ഷിയിടിച്ചിട്ടില്ല. ദുരന്ത കാരണം ഇന്ധന നിയന്ത്രണം സ്വിച്ച് ഓഫ് ആയത്. ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ സ്വിച്ച് ഓഫ് ആയി. വിമാനം പറന്നത് കേവലം 32 സെക്കൻഡുകൾ മാത്രം. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ റാങ്ക് പട്ടിക പുതുക്കിയിറക്കിയതിന് പിന്നാലെ എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികൾക്ക് തുടക്കം കുറിച്ച സർക്കാർ. റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട് യോഗ്യത നേടിയവർക്ക് ജൂലൈ 16 വരെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുവാൻ അവസരം. ജൂലൈ 17 ട്രയൽ അലോട്ട്മെന്റും ആദ്യ അലോട്ട്മെന്റ് ജൂലൈ 18. സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാർ പിന്നോട്ടില്ലെന്നും ചെറിയ വിഭാഗത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് കുട്ടികളുടെ സമയം മാറ്റുവാൻ കഴിയില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മന്ത്രിയുടെ പ്രതികരണം സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി AP സമസ്തയും രംഗത്തെത്തിയതിന് പിന്നാലെ. പാലക്കാട് കോട്ടായിയിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് വിഷയത്തിൽ ഇടപെട്ട് കോടതി. ഓഫീസ് കോൺഗ്രസിന് തന്നെയെന്ന് ആലത്തൂർ മുനിസിപ്പൽ കോടതി വ്യക്തമാക്കി. മണ്ഡലം മുൻ പ്രസിഡന്റ് മോഹൻകുമാർ പാർട്ടി വിട്ടതിന് പിന്നാലെ CPIM പ്രവർത്തകർ ഓഫീസ് കയ്യേറിയത് വിവാദമായിരുന്നു. ക്രിക്കറ്റിൽ പുതുചരിത്രം. ICC പുരുഷ T20 ലോകകപ്പിന് ആദ്യമായി യോഗ്യത നേടി ഇറ്റലി. അവസാന യോഗ്യതാ മത്സരത്തിൽ നെതർലൻഡ്സിനോട് 9 വിക്കറ്റിന് തോറ്റിട്ടും ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായി ഇറ്റലി യോഗ്യത ഉറപ്പിച്ചത് മികച്ച നെറ്റ് റൺ റേറ്റിന്റെ കരുത്തിൽ. ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായാണ് 2026 ലോകകപ്പിന് വേദിയാകുന്നത്. ഇതുപോലെ ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വളരെ വേഗം അറിയുവാൻ മലനാടൻ വോയിസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.